മഹാഭാരതത്തിൽ യയാതി എന്ന് പറയുന്ന രാജാവിനെ കേൾക്കാത്തവരില്ലല്ലോ. എപ്പോഴും യൗവനം ഉണ്ടായിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളുടെ കൂടെ കഴിയാൻ വേണ്ടിയിട്ട് മകൻ്റെ യൗവനം ചോദിച്ചു വാങ്ങിയെന്നാണ് കഥ. ആ പാവപ്പെട്ടവനത് കൊടുക്കാൻ തയ്യാറായി എന്നൊരു കഥ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും കൊടുക്കൂല. അച്ഛൻ പോയി പണി നോക്കും, മരിക്കാറായിട്ട് ഇനിയിപ്പോൾ ഞാനൊന്ന് ജീവിക്കട്ടെ എന്ന് പറയാനുള്ള ആരോഗ്യം ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. പക്ഷേ ആ പാവപ്പെട്ടവൻ കൊടുത്തിട്ടോ അങ്ങനെ രമിച്ച് നടന്ന യയാതി തൻ്റെ മകൾ മാധവിയെ ദാനം ചെയ്തു വേശ്യാവൃത്തിക്ക്. അതായത് കറുത്ത ചെവിയുള്ള ഒരു പ്രത്യേക കുതിര, അതിനെ സമ്പാദിക്കണം യയാതിക്ക്. അങ്ങനെയുള്ള 800 എണ്ണത്തിനെ കിട്ടണം. അതാരുടെ കയ്യിലുണ്ട്? പൈസ കൊടുത്താൽ തരൂല. സുന്ദരിയായിട്ടുള്ള ഈ മകളെ കൊടുത്താൽ അത് തരും. അപ്പോൾ ഒരാൾക്ക് കൊടുത്തു, അവിടുത്തെ 200 കുതിരേനെ കിട്ടി. അപ്പോൾ പെണ്ണിനെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങി. എന്നിട്ട് പിന്നെ വേറൊരാൾക്ക് കൊടുത്തു. എന്നിട്ട് ഈ മാധവി എന്ന് പറയുന്നത് അതിക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമായി എന്ന് പറയുന്നതാണ് ശരി.